ഹായ്, ശരത്താണ്. നമുക്കിന്ന് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ ബിസിനസ് എന്താണെന്ന് പറയുക, അതേപോലെ തന്നെ അവരുടെ Q3 റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മൈക്രോ ഫിനാൻസ് എന്നുള്ള കമ്പനിയാണ്. മൈക്രോ ഫിനാൻസ് സെക്ടർ ഇപ്പോൾ ഒരു അവരുടെ മോശം അവസ്ഥയിൽ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലെ കമ്പനികളെ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. നല്ല പോർട്ട്ഫോളിയോ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ, അതായത് FY 27 28 നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവരെല്ലാം ഈ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിനെ പറ്റി പറഞ്ഞാൽ, മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികളുണ്ട്. ഒന്ന് മുത്തൂറ്റ് ഫിനാൻസ്, അത് റെഡ് കളറിൽ വരുന്ന കമ്പനി. അവരെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന മുത്തൂറ്റ് മൈക്രോ ഫിനാൻസും അതേപോലെ തന്നെ മുത്തൂറ്റ് ക്യാപിറ്റലും ഉണ്ട്. അതിൽ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ബ്ലൂ കളറിലുള്ള കമ്പനിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവരുടെ ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് സെക്ടറിലാണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ലോണുകളാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഈ ചെറിയ ഗ്രൂപ്പുകൾക്ക്, നമ്മുടെ കുടുംബശ്രീ പോലത്തെ ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പ് ലെൻഡിങ് ആണ് ഇവർ ചെയ്യുന്നത്. JLG എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് ഇവർ ലോൺ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പിന് ഇവർ നേരത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നല്ല ക്ലയൻസിന് ഒരു 3-4 വർഷമായിട്ട് ഇവരുമായിട്ട് ബന്ധമുള്ള കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് അതിൽ നല്ല ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് ഇവർ ഇൻഡിവിജ്വൽ ലോൺ ഇപ്പോൾ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ ഒരു പുതിയൊരു പോർട്ട്ഫോളിയോ ആണ്. അതേപോലെ തന്നെ ഇവർ പുതിയതായിട്ട് മൈക്രോ ലാപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മൈക്രോ ലാപ്പ് എന്ന് പറഞ്ഞാൽ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി. അതും ചെറിയ ലോണുകളാണ്. വലിയ ലോണുകളെ പറ്റിയിട്ടല്ല നമ്മളോട് സംസാരിക്കുന്നത്. കാരണം മൈക്രോ ഫിനാൻസ് ആണ്, ഇവർ ചെറിയ ലോണുകളാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇവർ ഗോൾഡ് ലോണും ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ ലോൺ കൊടുക്കുന്നില്ല, വേറെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവർ പുതിയ ലീഡുകൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ നിന്നൊരു ഫീ ഇൻകം കിട്ടും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഈ പറഞ്ഞ ഗോൾഡ് ലോണിൻ്റെ ബാധ്യത വരത്തില്ല. ഇവർക്ക് അതിൽ നിന്നൊരു ചെറിയ ഫീ ഇൻകം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, JLG എന്ന് പറഞ്ഞ ലോണുകൾ ഗ്രൂപ്പ് ലെൻഡിങ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് ഇപ്പോൾ ലോൺ കൊടുക്കാൻ തുടങ്ങി. ആ പോർട്ട്ഫോളിയോ ഏകദേശം 1000 കോടി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ടോട്ടൽ ലോൺ ബുക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 13,000 കോടിയുള്ളത്. അതിൽ ഏകദേശം 1000 കോടിയാണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ലോൺസ്. അപ്പോൾ തന്നെ മനസ്സിലായി ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. അതിപ്പോൾ അവിടെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. കാരണം നമ്മൾ കൂടുതലായിട്ട് അത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വരുന്ന ക്വാർട്ടറുകളിലൊക്കെ എങ്ങനെയാണ് ആ ഒരു ലോൺ ബുക്ക് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം. പിന്നെ മൂന്നാമതുള്ള മൈക്രോ ലാപ്പ് എന്ന് പറയുന്നു. നാലാമത്തെ ഫീ ഇൻകം മാത്രമേ വരുന്നുള്ളൂ ഗോൾഡ് ലോണിൽ നിന്ന് വരുന്നത്. മൈക്രോ ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മജോറിറ്റി ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ആണ്. 95% ലോൺ ബുക്കും അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഈ കൊളാട്ടറിലെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു വെഹിക്കിൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ RC ബുക്ക് ബാങ്കിൻ്റെ കയ്യിലായിരിക്കും. അതൊരു കൊളാട്ടറിലാണ്. ഇപ്പോൾ നമ്മൾ ആ ലോൺ അടയ്ക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവർ ആ വണ്ടി സെല്ല് ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഗോൾഡ് ലോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൗസിംഗ് ലോണോ കാര്യങ്ങളൊക്കെ എടുത്താൽ നമ്മൾ കൊളാട്ടറിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസിൽ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബുക്ക് 95% ബുക്ക് പറഞ്ഞ അൺസെക്യൂർഡ് ലോണുകളാണ് വരുന്നത്. പിന്നെ മൈക്രോ ലാപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ചെറിയൊരു രീതിയിൽ സെക്യൂർഡ് ആയിട്ടുള്ള ബുക്കിൻ്റെ 5% ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനത്തെ കമ്പനികൾക്ക് കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായി. ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ കീപ്പ് ചെയ്യുന്ന പ്രൊവിഷൻ്റെ എമൗണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോൺ നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ആ ലോണിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവരൊരു എമൗണ്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ലോണിന് നാളെ ഒരു ലോസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 90 ദിവസമായിട്ട് ഇപ്പോൾ അവരുടെ EMI മുടങ്ങിയിട്ട് ഏകദേശം 90 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 EMIകളും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബുക്കുകളെല്ലാം NPA ആയിട്ട് മാറും. അതിന് ഇവർ നല്ലൊരു എമൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം അൺസെക്യൂർഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 100% ഇവരത് എമൗണ്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കീപ്പ് ചെയ്യുന്ന എമൗണ്ടിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആ പ്രൊവിഷൻ ലോൺ ബുക്കിന് എത്ര % എന്നുള്ളതാണ് ഈ പറഞ്ഞ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അൺസെക്യൂർഡ് ബുക്ക് ആകുമ്പോൾ ഈ ക്രെഡിറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. ക്രെഡിറ്റ് കോസ്റ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ പ്രോഫിറ്റ് കുറയും. കാരണം ഈ പറഞ്ഞ പ്രൊവിഷൻ ഇവർ മാറ്റി വെക്കേണ്ടത് ഇവരുടെ പ്രോഫിറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊവിഷൻ ഡയറക്റ്റായിട്ട് കുറയും. അതുപോലെ തന്നെ ഇവർക്ക് പുതിയ ലോണുകൾ കൊടുക്കാനുള്ള ക്യാപിറ്റലും കുറയും. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് അല്ല അസറ്റ് ക്വാളിറ്റി ഒക്കെ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ അൺസെക്യൂർഡ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്പ്രെഡും അല്ലെങ്കിൽ ഈൽഡ് ഇവർ ലോണുകൾ കൊടുക്കുന്നത് നല്ല പലിശ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവരുടെ തന്നെ JLG ഗ്രൂപ്പ് ലെൻഡിങ്ങിൻ്റെ പലിശ എന്ന് പറയുന്നത് ഏകദേശം 25% അവർ ഗ്രൂപ്പ് ലെൻഡിങ്ങിൻ്റെ അവരുടെ റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 23-24% അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. മൈക്രോ ലാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അതൊരു സെക്യൂർഡ് ലോണാണ്. എങ്കിൽ പോലും അവർ മേടിക്കുന്ന ഏകദേശം 18-22%. ആവറേജ് ഒരു 20%-ഓളാണ് ഇവർ മൈക്രോ ലാപ്പിന് മേടിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് പോലത്തെ കമ്പനികളിൽ ഈ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിന് മുകളിൽ റേറ്റ് മേടിക്കുന്ന കമ്പനികളുണ്ട്. 30-40% റേറ്റ് മേടിക്കുന്ന മൈക്രോ ഫിനാൻസ് കമ്പനികൾ ഇവിടെ അവൈലബിൾ ആണ്. എങ്കിൽ നമ്മളിപ്പോൾ ഇവരുടെ കാര്യം പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 22-23% കമ്പനിയുടെ ഒരു ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഫിനാൻസ് കമ്പനികളായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈൽഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ക്രെഡിറ്റ് കോസ്റ്റ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ലോൺ ബുക്കിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ 95% അൺസെക്യൂർഡും അതേപോലെ 5% സെക്യൂർഡ് ബുക്കാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ JLG ഗ്രൂപ്പ് ലോണുകൾ എന്ന് പറയുന്നത് ഏകദേശം 88%, മൊത്തം ലോണിൻ്റെ 88% ഗ്രൂപ്പ് ലോണുകളാണ്. ബാക്കിയുള്ള ഇവരുടെ നോൺ JLG ബുക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ലോണോ അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ ലാപ്പോ ഒക്കെ അടക്കമുള്ളതെന്ന് പറയുന്നത് ഏകദേശം 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു Q4 കൊണ്ട് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്
ഈ പറഞ്ഞ JLGയുടെ കോൺട്രിബ്യൂഷൻ 85% ആക്കുകയും നോൺ JLGയുടെ കോൺട്രിബ്യൂഷൻ 15% ആക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 70% JLG കുറയ്ക്കുമെന്നും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ലോണും അതേപോലെ മൈക്രോ ലാപ്പിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് അവർ ഏകദേശം 30% ലോൺ ബുക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന നോൺ JLG എന്ന് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നോൺ JLG കസ്റ്റമേഴ്സിനുള്ള ഇമ്പോർട്ടൻറ്റ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമാതിരി ഫിൽട്ടർ ചെയ്ത പോലത്തെ കസ്റ്റമേഴ്സാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ ലോൺ കൊടുക്കുന്നു, ഗ്രൂപ്പ് ലോണുകൾ കൊടുക്കുന്നു, അതിനകത്ത് ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ ഇവരിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇവർക്ക് അറിയാവുന്ന ഇവരുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻസിന് നോക്കിയിട്ട് നല്ല സിബിൽ സ്കോർ കാര്യങ്ങളുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇവരുടെ ലോൺ കുറച്ചുകൂടെ സെക്യൂർ ആവുക ചെയ്യുന്നത്. കാരണം നല്ല ക്രെഡിറ്റ് റെക്കോർഡുള്ള കസ്റ്റമേഴ്സിനാണ് ഇവർ കൊടുക്കുന്നത്. സോ അതൊക്കെ ഇവരുടെ വരുന്ന കാലങ്ങളിൽ ഇവരുടെ GNP ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് ഉറപ്പ് പറയേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ പറയുന്ന ലോണുകളൊക്കെ ഡിഫോൾട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മുകളിലേക്ക് എത്തിയിരുന്നു. ആ ഒരു റേഞ്ചിലേക്കൊക്കെ കഴിഞ്ഞ Q4 10 അടുത്ത് 9 മുകളിലുണ്ടായിരുന്നു തോന്നുന്നു അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ Q3 റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ നമ്പേഴ്സ് എൻ്റെ നോട്ട്സിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ച് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ AUMൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇയർ ഓൺ ഇയർ 5%, അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഏകദേശം 4.5%-ഓളമാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഇവരുടെ എന്താ പറയുക ലോൺ ബുക്ക് കാര്യങ്ങളൊക്കെ ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ മൈക്രോ ഫിനാൻസ് സെക്ടർ മോശമായ സമയത്ത് ലോണുകൾ പുറത്തേക്ക് പുതിയതായിട്ട് കൊടുക്കുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ ബുക്ക് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 3-4 ക്വാർട്ടറായിട്ട് ഇത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീക്വൻഷ്യലായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഈ ഫിഗേഴ്സ് നോക്കുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ റിക്കവറി ഫേസിലുള്ള കമ്പനികളുടെ നല്ലത്. അവിടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ ഏകദേശം 4%-ാണ് ഇവരുടെ AUMൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഡിസ്ബേഴ്സ്മെൻറ്റ്. AUM എന്ന് വെച്ചാൽ അവരുടെ മൊത്തം ലോണിൻ്റെ പോർട്ട്ഫോളിയോ, ടോട്ടൽ അവരുടെ ലോൺ ബുക്കിൻ്റെ സൈസാണ്. അത് ഏകദേശം 13,000 കോടിയാണ് ഇപ്പോൾ ഉള്ളത്. മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്ന സമയത്ത് ഏകദേശം അത് 14,000 കോടിയാവും എന്നുള്ള കാര്യമാണ് ഈ Q3 റിസൾട്ടിൻ്റെ സമയത്ത് മാനേജ്മെൻറ്റ് പറഞ്ഞത്. അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5-10% AUM ഗ്രോത്താണ്. അതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ 14,000 എന്ന് പറയുന്നത് 14,000 കോടിയുടെ ലോൺ ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം 14% ഗ്രോത്താണ് ഇയർ ഓൺ ഇയർ വരുന്നത്. അതായത് അവരുടെ ഗൈഡൻസിൻ്റെ മുകളിലാണ്. ഇപ്പോൾ നേരത്തെ ഇയർ തുടങ്ങിയ സമയത്ത് ഗൈഡ് ചെയ്തതിൻ്റെ മുകളിലാണ് ഇപ്പോൾ കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ലോണുകൾ അവർ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. ക്രെഡിറ്റ് അണ്ടർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിസ്ബേഴ്സ് ചെയ്യാന്ന് പറയുന്നത്. ആ ഡിസ്ബേഴ്സ്മെൻറ്റ് ഏകദേശം ഈ ഒരു ക്വാർട്ടറിൽ നോക്കി കഴിഞ്ഞാൽ 9.6% ഈ ഒരു ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 22% ഗ്രോ ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ ബാക്കിയുള്ള കമ്പനികളായിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഗ്രോത്ത് ഇപ്പോൾ 20-15% മുകളിൽ ഗ്രോ ചെയ്തിരിക്കുന്ന കമ്പനികളുണ്ട്. പക്ഷേ അത് നോക്കുമ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇയർ ഓൺ ഇയറിൽ 22% വരുന്ന രീതിയിൽ ഇത് അവരുടെ ബുക്കിൽ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് വരുന്നുണ്ട്. വരുന്ന ക്വാർട്ടറിൽ അടുത്ത Q4 നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആവുമെന്നുള്ള കാര്യം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇവരുടെ ടോട്ടൽ ബ്രാഞ്ചസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1691 ബ്രാഞ്ചസ് ഉണ്ട്. ഏകദേശം 82ഓളം ബ്രാഞ്ചുകൾ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത. അതിനകത്ത് ഏകദേശം 66 ഇവർ മെർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം OPEX റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 6.5% ഇപ്പോൾ ഉള്ളത്. അത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 9 മന്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6.7% അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 6-നും 6.2-നും ഇടയ്ക്ക് നിർത്തും എന്നുള്ള കാര്യമാണ്. അത് പക്ഷേ അവരുടെ കൃത്യം ഗൈഡൻസിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ റീസൺ മാനേജ്മെൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കളക്ഷൻ എഫിഷ്യൻസി, ഇപ്പോൾ അതായത് പുതിയ പഴയ ലോണുകൾ ഡിഫോൾട്ട് വരുന്നതുകൊണ്ട് തന്നെ കളക്ഷൻ ടീമിനായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കളക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് OPEX ഒരു ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ OPEX റേഷ്യോ എന്ന് പറഞ്ഞാൽ 6.5-ലേക്ക് എത്തിയിട്ടുള്ളത്. അത് വരുന്ന ഒരു 3-4 ക്വാർട്ടർ കൊണ്ട് തന്നെ താഴേക്ക് എത്തും എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഗൈഡൻസിനുള്ളിലേക്ക് വരും എന്നുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നോക്കിയാൽ GNP എന്ന് പറയുന്നത് 4.4-ഉം NNP എന്ന് പറയുന്നത് 1.34-ഉം. നമ്മൾ ഈ നമ്പേഴ്സിനെ വെറുതെ നേരെ 4.4 അല്ല 1.34 എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ നിന്ന് കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടറായിട്ട് ഇതിന് എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക എന്നുള്ളതാണ്. അത് നല്ല ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് GNP NNP ഒക്കെ നമുക്ക് കുറയുകയാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് കുറേ നമുക്ക് കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ ഒരു Q4 Q1-നൊക്കെ ശേഷം Q4 കൊണ്ട് ഏകദേശം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്താണ്. അതേ ഒരു രീതിയിൽ തന്നെയാണ് GNP നിന്നിരുന്നത് Q1-ൽ ഈ ഫിനാൻഷ്യലിൻ്റെ തുടക്കത്തിലും. അതിൻ്റെ അടുത്ത ക്വാർട്ടറിൽ നോക്കിയാൽ Q2-ൽ നോക്കിയാൽ അവിടുന്ന് GNP കുറഞ്ഞിട്ടുണ്ട്. ഈ Q3-ലേക്ക് നോക്കിയാൽ അവിടുന്ന് വീണ്ടും GNP കുറഞ്ഞതായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. NNP-യുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് സീക്വൻഷ്യലായിട്ട് നമുക്ക് നോക്കുമ്പോൾ NNP നല്ല രീതിയിൽ കുറയാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 1.34 NNP ഉള്ളത്. പിന്നീട് നോക്കാനായിട്ടുള്ളത് കളക്ഷൻ എഫിഷ്യൻസിയാണ്. 94.8% കളക്ഷൻ എഫിഷ്യൻസി ഉള്ളത്. അതും നമ്മൾ വെറുതെ ഫിഗർ നോക്കുകയല്ല ചെയ്യേണ്ടത്, നമുക്കത് സീക്വൻഷ്യലായിട്ട് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അത് നോക്കിയാലും കൃത്യമായിട്ട് വരുന്ന കഴിഞ്ഞ 3-4 ക്വാർട്ടറുകളായിട്ട് കളക്ഷൻ എഫിഷ്യൻസി നല്ല രീതിയിൽ 90%-ഓളം താഴേക്ക് പോയതാണ്. അവിടെ നിന്ന് തിരിച്ച് ഏകദേശം 95%-അടുത്തേക്ക് കളക്ഷൻ എഫിഷ്യൻസി എത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവരുടെ എക്സ് ബക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് NPA ആകാത്ത റെഗുലറായിട്ട് പേയ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 99.8% ഉണ്ട് ഈ പറഞ്ഞ കളക്ഷൻ എഫിഷ്യൻസി. അതെന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ സെക്ടർ പെർഫോം ചെയ്യുന്ന സമയത്തും ഏകദേശം 99.8 99.9 ഒക്കെയാണ് കളക്ഷൻ എഫിഷ്യൻസി വരാറ്. അതേ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ അവർക്ക് കളക്ഷൻ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ പറഞ്ഞ NPA അല്ലാത്ത അക്കൗണ്ടുകളിൽ. ഇനി അവരുടെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ Q3 ഇൻകം നോക്കിയാൽ ഏകദേശം 4.8% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇൻകം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അതേപോലെ തന്നെ അതർ ഇൻകം കൂടെ ചേരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5% ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ PPOP നോക്കിയാൽ, അതായത് പ്രൊവിഷൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയാണോ ബാഡ് ലോൺ ഉള്ളത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇവർ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ അതിനകത്ത് അത് റിക്കവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പറഞ്ഞ പ്രൊവിഷന് മുമ്പുള്ള ആ പ്രൊവിഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 17.7% ഗ്രോ ചെയ്തിട്ടുണ്ട്. 5% റവന്യൂ ഗ്രോത്ത് വന്നപ്പോഴത്തേന് ഏകദേശം 18% PPOP ഗ്രോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അവർ പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോഴത്തേന് പ്രൊവിഷൻ ഏകദേശം ഇയർ ഓൺ ഇയർ നോക്കിയാൽ 35% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഈ പറഞ്ഞ Q3 ഈ ഒരു Q3 വരുമ്പോഴത്തേന് പ്രൊവിഷൻ 35%, ഏകദേശം 1600 കോടി ഏകദേശം 160 കോടിയോളം ഇവർ പ്രൊവിഷൻ വെച്ചിരുന്നതാണ് കഴിഞ്ഞ Q3. ഈ ഒരു ക്വാർട്ടർ ആയപ്പോൾ ഏകദേശം 100-106 കോടിയോളമാണ് പ്രൊവിഷൻ ഉള്ളത്. പ്രൊവിഷനിൽ നല്ല രീതിയിൽ ഡിക്രീസ് വരുന്നുണ്ട്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ ഏകദേശം 5% ഡിക്രീസ് വരുന്നുണ്ട്. പ്രൊവിഷൻ ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുന്നതാണ്. അതായത് ലോണുകളിൽ ബാഡ് ലോൺ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് കുറയുമ്പോൾ ഇവരുടെ പ്രൊവിഷൻ കീപ്പ് ചെയ്യേണ്ട കുറയുണ്ട്. അത് കുറയുമ്പോൾ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റും സ്വാഭാവികമായിട്ട് കുറയും. ഈ ഒരു ക്വാർട്ടറിൽ ക്രെഡിറ്റ് കോസ്റ്റ് നോക്കിയാൽ 3.3 ആണുള്ളത്. ഓവറോൾ 9 മുതൽ നോക്കിയാൽ 3.7 ആണ്. മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 4-നും 6-നും ഇടയ്ക്ക് നിൽക്കും എന്നുള്ള കാര്യമാണ്. അത് നോക്കിയാൽ അവർ തന്നെ 4-നും താഴേക്ക് ഇപ്പോൾ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറോട് വരുമ്പോൾ അതിൽ വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ Q3 നോക്കിയാൽ 3.3 ആണ്. അവരുടെ 9 മന്തിൽ നോക്കിയാൽ 3.7 ആണ് ക്രെഡിറ്റ് കോസ്റ്റ് ഉള്ളത്. ഇതിനകത്തെല്ലാം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഇവരുടെ കോസ്റ്റ് ടു ഇൻകം നോക്കിയാൽ, കോസ്റ്റ് ടു ഇൻകം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയുണ്ടെന്നുള്ളത്, ടോട്ടൽ ഇൻകത്തിൻ്റെ എത്രയാണ് ഇവരുടെ ഡേ ടു ഡേ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ്. അത് നോക്കിയാൽ ഏകദേശം 54.8% കോസ്റ്റ് ടു ഇൻകം വന്നിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 58-59% ഉണ്ടായിരുന്നതാണ് കോസ്റ്റ് ടു ഇൻകം എന്ന് പറയുന്നത്. അത്യാവശ്യം 54-55 എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് തന്നെ 55 താഴെ എത്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് മാനേജ്മെന്റ് പറയുന്നുണ്ട് ഏകദേശം അടുത്തൊരു 9-12 മാസത്തിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ പണ്ട് എത്രയാണ് ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്, അതായത് 43% OPEX എത്തിക്കുക എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. OPEX ആ രീതിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് ആണ് നമ്മൾ കുറയ്ക്കുന്നത്. ആ എക്സ്പെൻസ് കുറയും. അത് കുറയുമ്പോൾ എന്ത് പറ്റും? ഇവരുടെ PPOP കൂടും. PPOP കൂടുന്ന കൂടുതൽ തന്നെ ഇവരുടെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുന്നതുകൊണ്ട് തന്നെ പ്രൊവിഷൻസിൻ്റെ അളവ് കുറയും. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ പാറ്റിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇവർ ROA അല്ലെങ്കിൽ ROE പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അതുപോലെ പാറ്റ് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം കൊണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈസ് ടു ബുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒന്നിലും മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് അടുത്തതിലേക്ക് മാറ്റം വരിക ആ രീതിയിൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പറയുന്നത് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യം. പിന്നീട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ PCR പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 70.5% ഉണ്ട്. അതായത് ടോട്ടലായിട്ടുള്ള എത്രയാണ് ബാഡ് ലോൺ ഉള്ളത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇവർ പ്രൊവിഷനായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യമാണ്. അത് ഏകദേശം 70.5% ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഫിഗേഴ്സും നല്ല ഫിഗേഴ്സാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇവരെ മൊത്തത്തിൽ അവർ PPTയിൽ തന്നെ അവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ ഇപ്പോൾ AUM ഗ്രോത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നിംസിൻ്റെ കാര്യം, നിം ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 12% ആണ് നിംസ് ഉള്ളത്. മാനേജ്മെൻറ്റ് ഗൈഡൻസ് പറഞ്ഞാൽ 12.4 to 12.7 നിംസ് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. പക്ഷേ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത്, കളക്ഷൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ ആയിട്ടുള്ളത്. പക്ഷേ വരുന്ന ഒരു 3-4 ക്വാർട്ടറിനുള്ളിൽ തന്നെ ആ ഒരു രീതിയിലേക്ക് ഏകദേശം 12.7 മാനേജ്മെൻറ്റ് എത്തിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനും കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇവരുടെ ബോറോയിങ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 10.4 ആണ് അവരുടെ ബോറോയിങ് കോസ്റ്റ്. അതിനകത്ത് അവരുടെ മാർജിനിൽ നോക്കി, അതായത് ഇപ്പോൾ ഉള്ള പുതിയതായിട്ട് എടുക്കുന്ന ലോണുകളുടെ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 9.8 ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇവരുടെ ഈ പറഞ്ഞ കോസ്റ്റ് എന്ന് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 9.7 ആവുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവരുടെ സ്പ്രെഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നിംസിൽ ഏകദേശം 12.7 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. ആ ഒരു ഡയറക്ഷൻ തന്നെ കൃത്യമായിട്ട് അങ്ങനെ 2-3 പോയിന്റുകൾ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നിംസ് 12.7 എത്തുക എന്നുള്ള കാര്യം. അപ്പോൾ അതും ഗൈഡൻസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ ഏകദേശം അടുത്തൊരു 2-3 ക്വാർട്ടറിനുള്ളിൽ തന്നെ നിംസും ആ രീതിയിൽ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത കമ്പനിയിൽ കാണുന്നുണ്ട്. പിന്നീട് വേറെ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മൈക്രോ ലാപ്പ് ഏകദേശം 22 കോടിയാണ് ലോൺ ബുക്കിൻ്റെ സൈസ് ഉള്ളത്. മറ്റേ ഇൻഡിവിജ്വൽ ലോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഏകദേശം 1000-ന് മുകളിലാണ് ലോൺ ബുക്കിൻ്റെ സൈസ് ഉള്ളതെന്നുള്ളത്. സോ അതിലൊക്കെ നല്ല ഗ്രോത്ത് വരും എന്നുള്ള കാര്യം. മൈക്രോ ലാപ്പിൻ്റെ കാര്യത്തിൽ ഏകദേശം പറഞ്ഞിരിക്കുന്നത് 50 കോടിയോളം പോർട്ട്ഫോളിയോ എത്തിക്കുന്നുള്ളത്. ഇപ്പോൾ 22 കോടിയോളം 50 കോടിയാക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
അതേപോലെ ഇൻഡിവിജ്വൽ ലോണിലും നല്ല ഗ്രോത്ത് വരും. കാരണം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നോൺ JLGയുടെ പാർട്ടി ഏകദേശം 30% ആക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നോക്കിയാൽ എല്ലാ സൈഡിലും നോക്കിയാൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് കമ്പനിയിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ കർണാടകയിലായിരുന്നു മെയിനായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അവിടെ നല്ല രീതിയിൽ ബുക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന കാര്യം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നോക്കിയാൽ പുതിയതായിട്ട് കൊടുക്കുന്ന ലോണുകളിലൊന്നും ഈ പറഞ്ഞ DPD ബക്കറ്റ്സോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ സ്ലിപ്പേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ ഈ ഇൻഡിവിജ്വൽ ലോണിനകത്താണെങ്കിലും അവർ ഏകദേശം 1000 കോടിയുടെ ബുക്ക് ഉണ്ടെങ്കിലും അതിനകത്ത് NPSോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലിപ്പേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അതും കൂടുതലായിട്ട് ഇവരുടെ റീപേയ്മെൻറ്റ് അവരതിൽ മേടിക്കുന്നത് ഡിജിറ്റലായിട്ട്, അതായത് ഈനാച്ചോ അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ UPA മാൻഡേറ്റ് കൊടുത്തിട്ടാണ് ഇവർ പേയ്മെൻറ്റ് ഈ പറഞ്ഞ EMI തിരിച്ചു മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഈ കളക്ഷനായിട്ട് വരുന്ന സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഇവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ കേരളം തമിഴ്നാട് പോലത്തെ അവരുടെ കോർ മാർക്കറ്റിലും നല്ല അത് നോക്കിയാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കുറവ് GNPA NNPA ആണെങ്കിലും ഉള്ളത്. അതേപോലെ കളക്ഷൻ എഫിഷ്യൻസി ആണെങ്കിൽ നോക്കിയാൽ പോലും അതും ഈ പറഞ്ഞ കേരളത്തിലൊക്കെ 100 മുകളിലാണ് കളക്ഷൻ എഫിഷ്യൻസി ഒക്കെ ഉള്ളത്. 100 മുകളിൽ വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പഴയ ലോണുകളിൽ ബാഡ് ലോണുകളിൽ നിന്ന് റീപേയ്മെൻറ്റ് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഉള്ള EMI അതുകൂടാതെ പഴയ ലോണുകളിൽ നിന്നുള്ള റീപേയ്മെൻറ്റോട് വരുമ്പോൾ 100 മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലാണ് കേരളം തമിഴ്നാട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏകദേശം പിന്നെ പറയാനുള്ള 30% റിജക്ഷൻ റേറ്റ് ഉണ്ട്. അതായത് 700 മുകളിൽ സിബിൽ സ്കോർ ഉള്ള ആളുകളിലാണെങ്കിൽ പോലും ഒരു 30% ഇവർ റിജക്ഷൻ റേറ്റ് ഇവർക്കുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ അവർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇനിയിപ്പോൾ വരുന്ന ക്വാർട്ടറിലൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഇവരുടെ കസ്റ്റമേഴ്സിനെ നോക്കിയാൽ ഇപ്പോൾ യൂണീക്ക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതായത് മുത്തൂറ്റിൽ മാത്രം ലോണുള്ള കസ്റ്റമേഴ്സ് നോക്കിയാൽ ഏകദേശം 42% ഉണ്ട്, 41-42% ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ മുത്തൂറ്റും അതുകൂടാതെ വേറൊരു NBFC അല്ലെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് അങ്ങനെ മാത്രമല്ല ഈ 2 കമ്പനികൾ മാത്രം ലോണുകളുള്ളത് നോക്കിയാൽ ഏകദേശം 72-73% ഉണ്ട് ഇത് രണ്ടോട് നോക്കിയാൽ. അപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൻ്റെ കുറച്ചുകൂടെ നല്ല കസ്റ്റമേഴ്സാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ കസ്റ്റമേഴ്സിന് കൂടുതൽ ലെൻഡിങ് കമ്പനികളുമായിട്ട് കൂടുതൽ പറഞ്ഞ പോലെ ലോണുകൾ കാര്യങ്ങൾ വരുമ്പോഴത്തേന് ഡിഫോൾട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ബുക്കുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് പുതിയതായിട്ട്. ഇപ്പോൾ ഒരു കാരണം വെച്ചാൽ പുതിയ ഞാൻ പറഞ്ഞില്ല, നേരത്തെ RBIയുടെ റൂള് കാര്യങ്ങളൊക്കെ വന്നിരുന്നു, 4 കൂടുതൽ അല്ലെങ്കിൽ 3-4 ലോണുകളിൽ കൂടുതലുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അതൊക്കെ നോക്കുമ്പോൾ ഇവർ മജോറിറ്റി കസ്റ്റമേഴ്സൊക്കെ ഒന്ന് ഇവരോട് അല്ലെങ്കിൽ മാക്സിമം ഇവർ കൂടാതെ വേറെ കമ്പനികളായിട്ട് മാത്രം ടൈപ്പുള്ള കസ്റ്റമേഴ്സാണ് ഏകദേശം 72-73% ഉള്ളത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ല ബിസിനസ്സായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം പ്രൈസ് ടു ബുക്ക് 1 ആണ് ഇപ്പോൾ കമ്പനിക്കുള്ളത്. Q4 റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വരുന്ന ക്വാർട്ടറിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും രീതിയിൽ ഇവർ ROEയിലും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് ROEയിൽ കൃത്യമായിട്ട് ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഇപ്പം നോക്കിയാൽ തന്നെ 1.9 ആണ്. അപ്പോൾ അടുത്ത ക്വാർട്ടർ ആകുമ്പോഴത്തേനും അവരത് 2 മുകളിലേക്ക് കയറും എന്തായാലും ഈ വരുന്ന Q4. അതുപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവർ 3 ക്രോസ് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ROEയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ ROEയുടെ ഗൈഡൻസ് നോക്കിയാൽ പോലും ROE ഇപ്പോൾ 9 മന്തിൽ നോക്കിയാൽ ഏകദേശം 4.9 എടുത്തുണ്ട് ROE. അത് ഈ ഒരു Q3യിൽ ഏകദേശം 9 മുകളിലുണ്ട്. കഴിഞ്ഞ Q2 അതായത് ക്വാർട്ടർ നോക്കിയാൽ പോലും ഡബിൾ ആയിട്ടുണ്ട് ROE, ഡബിളിന് മുകളിൽ പോയിട്ടുണ്ട്. 4 ആയിരുന്നു കഴിഞ്ഞ Q2 ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ. അവിടുന്ന് ഈ ഒരു ക്വാർട്ടർ ആയപ്പോൾ 9 മുകളിലേക്ക് ROE കയറിയിട്ടുണ്ട്. അടുത്ത ക്വാർട്ടറിൽ എന്തായാലും 10 മുകളിലേക്കൊക്കെ ROE പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫുൾ ഇയർ നോക്കിയാൽ അത് 9 മന്തിൽ നോക്കിയാൽ ഈ പറഞ്ഞ 4.9 ആണ് ROE ഉള്ളത്. അത് മാനേജ്മെൻറ്റ് ഗൈഡൻസ് പറഞ്ഞാൽ ലോങ് ടൈമിൽ ഏകദേശം 14-18 ആണ് ROEയുടെ മാനേജ്മെൻറ്റ് ഗൈഡൻസ്. സോ അത് ഇവർ അച്ചീവ് ചെയ്യാൻ അടുത്തൊരു 1-2 വർഷം നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും നല്ല ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൊത്തത്തിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇവർ ഇങ്ങനെ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മൈക്രോ ഫിനാൻസ് ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ അസറ്റിൽ എന്തെങ്കിലും അസറ്റ് ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൊവിഷൻസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ ബുക്കിൽ ഈ ഒരു ഗ്രോത്ത് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ തന്നെ ഈ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കമ്പനിയെ ട്രാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനികളുടെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.